കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഇൻഫോ എഡ്ജ്. ഇൻഫോ എഡ്ജ് കഴിഞ്ഞ ദിവസം 2% ഉയർന്ന് 6550 രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 52 വീക്ക് ഹൈയിൽ നിന്നും ഉയർന്ന ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന സ്റ്റോക്കാണ്. 9128 സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ. സ്റ്റോക്ക് 6550, അതായത് 52 വീക്ക് ലോയ്ക്കടുത്ത് ഏകദേശം ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ലോ 5250. ഇൻഫോ എഡ്ജുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, കമ്പനി 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ മെയ് 7 സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്തു. ഇന്ന് ചേർന്ന ഇൻഫോ എഡ്ജിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിലാണ് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഇൻഫോ എഡ്ജിൻ്റെ ഓരോ ഷെയറുകളും 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഷെയറുകളായി വിഭജിക്കുന്നതിനാവശ്യമായ അപ്രൂവൽ നൽകിയത്. മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഫോ എഡ്ജ് അതിൻ്റെ സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് കൊണ്ടുവന്നത്. ഇനി ഇൻഫോ എഡ്ജ് ഏപ്രിൽ 8 ക്വാർട്ടർ 4 ബിസിനസ് അപ്ഡേറ്റും ക്വാർട്ടർ 4 ബിസിനസ് അപ്ഡേറ്റും പുറത്തുവിട്ടിരുന്നു. ക്വാർട്ടർ 4 ബിസിനസ് അപ്ഡേറ്റിൽ സ്റ്റാൻഡ് അലോൺ ബില്ലിംഗ് വഴിയുള്ള വരുമാനം 19% വർദ്ധിച്ച് 826 കോടിയിൽ നിന്നും 983 കോടിയായി ഉയർന്നു. ഇനി 2025 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിലും വർധനവുണ്ടായിട്ടുണ്ട്. 2495 കോടിയിൽ നിന്നും 2881 കോടിയിലേക്കാണ് കമ്പനിയുടെ ടോട്ടൽ റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത്. ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 6% റിട്ടേൺ നൽകി നിഫ്റ്റിയെയും സെൻസെക്സിനെയും ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെച്ചു. കൂടാതെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 5 വർഷം കൊണ്ട് സ്റ്റോക്ക് 200% റിട്ടേൺ ആണ് നൽകിയത്. 1:10 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ച് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്ക് ജെൻസോൾ എഞ്ചിനീയറിംഗ് ആണ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും 5% ഇടിയുകയും ലോവർ സർക്യൂട്ടിലെത്തുകയും ചെയ്തിരുന്നു. സ്റ്റോക്ക് 132 രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 1124 രൂപയുടെ 52 വീക്ക് ഹൈയിൽ നിന്നും 90%-ലേറെ കറക്റ്റായ സ്റ്റോക്കാണ്. ഏപ്രിൽ 12 നടന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിലായിരുന്നു കമ്പനി 1:10 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റിന് അപ്രൂവൽ നൽകിയത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഷെയറുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്ക് ഹെവി കറക്ഷനിലൂടെ കടന്നു പോകുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് വളരെ കോഷ്യസ് അപ്രോച്ച് വേണം സ്റ്റോക്കിൽ വെച്ച് പുലർത്താൻ. ഫെബ്രുവരി മാസത്തിൽ 740 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ 132 രൂപയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. ജെൻസോൾ എഞ്ചിനീയറിംഗ് ജാർഖണ്ഡിലെ ധൻബാദിൽ ഒരു പുതിയ സോളാർ റിന്യൂവബിൾ എനർജി പ്ലാന്റ് സ്ഥാപിക്കുകയും ഈ പ്ലാന്റ് പ്രവർത്തനക്ഷമമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. അതേസമയം സ്റ്റോക്ക് തുടർച്ചയായി ലോവർ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്നതും കമ്പനി നേരിടുന്ന ചില പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും 90%-ഓളം കറക്റ്റ് ആയതും മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം ജെൻസോൾ എഞ്ചിനീയറിംഗ് പോലുള്ള സ്റ്റോക്കുകളെ. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള മൂന്നാമത്തെ സ്റ്റോക്കാണ് ടാറ്റ പവർ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ പവർ 326 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ടാറ്റ പവർ എന്ന കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം ടാറ്റ പവറിൻ്റെ സബ്സിഡറി കമ്പനിയായ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനി NTPCയുമായി ചേർന്ന് 200 മെഗാവാട്ട് ശേഷിയുള്ള ഡിസ്പാച്ചബിൾ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതി 24 മാസത്തിനുള്ളിലായിരിക്കും പൂർത്തീകരിക്കുക. പ്രതിവർഷം 1300 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രോജക്റ്റാണിത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഈ പദ്ധതിയോടുകൂടി കമ്പനിയുടെ ടോട്ടൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 10.9 ജിഗാവാട്ടായി ഉയർന്നു. ഇതിൽ 5.5 ജിഗാവാട്ട് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. 4.5 ജിഗാവാട്ട് സോളാർ പ്രോജക്റ്റും 1 ജിഗാവാട്ട് വിൻഡ് പ്രോജക്റ്റും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 2.7 ജിഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾ കമ്പനി ഉടനടി ആരംഭിക്കുകയും ചെയ്യും. റീസെൻ്റ്ലി ടാറ്റ പവർ എന്ന കമ്പനിക്ക് ഇതുപോലെ തന്നെ സമാനമായ പല ഓർഡറുകളും ലഭിച്ചിട്ടുണ്ട്. മുംബൈയിൽ 100 മെഗാവാട്ട് ബാറ്ററി എനർജി സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ 7000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും 7000 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി ജനറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ 49,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി കമ്പനി ആന്ധ്രാപ്രദേശ് സർക്കാരുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. കൂടാതെ ടാറ്റ പവറിൻ്റെ സോളാർ
സോളാർ സെക്ടറിലെ കമ്പനിയായ ടാറ്റ പവർ സോളാർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് SESI അതായത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 600 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിക്കുകയും ചെയ്തു. തുടർച്ചയായി ലഭിക്കുന്ന ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിലും ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ 356, 360 തുടങ്ങിയ സോണുകളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനുശേഷം ഈ 360 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ സ്റ്റോക്ക് 400, 484 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.